വെൽക്കം ടു കുക്കിംഗ് ആർട്ട് ചാനൽ. ഇന്ന് നമ്മൾ സ്റ്റീംഡ് കപ്പ് കേക്കാണ് ഉണ്ടാക്കുവാൻ പോകുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇത് മുട്ടയുടെ വെള്ള. ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിക്കുന്നു. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് പൊടിച്ചിട്ട് കുറേശ്ശെയായിട്ടിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. വേണമെങ്കിൽ മിക്സിയോ ബീറ്ററോ ഉപയോഗിക്കാം. ബീറ്റർ ഉപയോഗിച്ച് ഞാൻ അടിച്ചതാണിത്. ഇത് മുട്ടയുടെ മഞ്ഞ. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. യോക്ക് സെപ്പറേറ്റ് ചെയ്യാതെ ഒന്നായിട്ടെടുത്ത് ബീറ്റ് ചെയ്താലും മതി. പിന്നെ ഒരു 170 ml പാല് കുറേശ്ശെയായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് വാനില എസൻസ് 1/2 ടീസ്പൂൺ ചേർക്കാം. ഒരു 2 ഏലക്കായും 2 ഗ്രാമ്പുവും കുറച്ച് പഞ്ചസാരയുടെ കൂടെ ചേർത്ത് പൊടിച്ചത് ചേർക്കാം. മുക്കാൽ കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് യോജിപ്പിക്കാം. വലിയ സ്പൂൺ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ, അളവ് ടീസ്പൂണിൻ്റേതാണ്. ഈ മിക്സ് ചെയ്ത പൊടി നേരത്തെ പ്രിപ്പയർ ചെയ്ത മുട്ടയുടെ മഞ്ഞയിലേക്ക് കുറേശ്ശെയായി ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയുടെ വെള്ളയും കുറേശ്ശെയായി ആഡ് ചെയ്ത് യോജിപ്പിക്കാം. ഒരു പിഞ്ച് ഉപ്പും ആഡ് ചെയ്യാം. സാധാരണ കേക്ക് മിക്സിനേക്കാളും കുറച്ചുകൂടി ലൂസായിട്ടാണ് ഇരിക്കേണ്ടത്. ഇനി ഇത് കപ്പിലേക്ക് ഒഴിക്കാം. കപ്പിൽ നന്നായിട്ട് എണ്ണ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു 3/4 ഒഴിച്ചാൽ മതി. പിന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും കാഷ്യൂവും ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്ലെയിനായിട്ടുണ്ടാക്കുന്നതായിരിക്കും നല്ലത്. മിക്സ് ലൂസായതുകൊണ്ട് അത് താഴേക്ക് പോകത്തേ ഉള്ളൂ. പിന്നെ ഇതിനെ ആവി വെള്ളം വീഴാതിരിക്കുവാനായിട്ട് ഒരു ഫോയിൽ ഷീറ്റ് കൊണ്ട് മൂടാം.
മൈദപ്പൊടി കൊണ്ട് കവർ ചെയ്ത ടൂട്ടി ഫ്രൂട്ടിയാണിത്. ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. പ്ലെയിൻ ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഇത് കുക്കറിൽ വെള്ളമെടുത്ത് ഇഡലിത്തട്ടിൽ വെച്ച് വേവിക്കാം. കുക്കർ വെയിറ്റ് ഇല്ലാതെയാണ് വെക്കുന്നത്. സ്റ്റീം വന്ന് 8 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 20 മിനിറ്റായി. നമുക്കിത് തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ സോഫ്റ്റായിട്ടാണ് ഇതിരിക്കുന്നത്. ഇതുപോലെ എല്ലാ കേക്കും എടുക്കാം. ആ മിക്സ് കൊണ്ട് 6 കേക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. മൈദയ്ക്ക് പകരം ഗോതമ്പും ഉപയോഗിക്കാവുന്നതാണ്. താങ്ക് യു.